ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 ആപ്പുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, 3 ആപ്പുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. നിങ്ങളുടെ അക്കാഡമിക്സിനെ വളരെ പോസിറ്റീവായിട്ട് അത് അഫക്റ്റ് ചെയ്യാനും മാർക്കുകളുടെ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാവാനും, ഓരോ സബ്ജക്റ്റിൻ്റെ ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, അഥവാ ലാംഗ്വേജ് ആയിക്കോട്ടെ, നിങ്ങളുടെ മാർക്കുകൾ വളരെയധികം റാപ്പിഡ് ഇൻക്രീസ് വരാനും ഈ പറയുന്ന 3 ആപ്പുകൾ വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് എനി ഡിലേ നമുക്ക് ആപ്പിലേക്ക് കിടക്കാം. ഞാൻ ആദ്യത്തെ ആപ്പ് തന്നെ പരിചയപ്പെടുത്തി തരാം. അതാണ് ഗൂഗിളിൻ്റെ നോട്ട്ബുക്ക് LM എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാണ്. അത് ഓപ്പൺ ചെയ്താൽ ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാനിപ്പോൾ NCERT ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന NCERTയുടെ ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ PDF ആയിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. സെർച്ച് ചെയ്താൽ മതിയല്ലോ. സെർച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ ഫയലിൽ. ഓക്കെ, ഇനി ഞാൻ ടെക്സ്റ്റ് ബുക്ക്, എൻ്റെ ഫിസിക്കലായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ബാഗിൽ. ഓക്കെ, അത് രണ്ടും സെയിമാണ്. ഡിജിറ്റലായിട്ടുള്ള ഞാൻ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച ടെക്സ്റ്റ് ബുക്കും എൻ്റെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് സെയിമാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് എന്തോ ആയിക്കോട്ടെ, അതിലുള്ള കണ്ടൻ്റ് ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിക്കൊന്നും മനസ്സിലാവാത്തിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല, ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടും മനസ്സിലാവുന്നില്ല. എനിക്ക് വലിയ ഫോമല്ല, എനിക്കൊരു ഷോർട്ട് ഫോം വേണം. എനിക്കൊരു അപ്പോൾ അതോ അങ്ങനെ ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിച്ചോ. പക്ഷേ ടീച്ചർമാർ നോട്ട്സ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ ആ പരാതികളൊക്കെ ഗൂഗിൾ നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ആപ്പ് അത് പരിഹരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഫോൾഡറിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. ക്രിയേറ്റ് ന്യൂവിൽ ഞാൻ പോയി. ഓക്കെ, ഞാൻ പറഞ്ഞു PDF ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് നമ്മുടെ വെബിൽ നിന്ന്, ഗൂഗിൾ ക്രോമിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ റിസോഴ്സസ് കണ്ടുപിടിച്ചോ റിസർച്ച് പോലെ നടത്താം. പക്ഷേ അതെന്താണ്, കോളേജ് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഏകദേശം കോളേജ് ആ ഒരു ലെവലിലൊക്കെയാണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ നമ്മുടെ +1 +2 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കോമ്പാക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന PDF ഡൗൺലോഡ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കോംപ്ലക്സായി ഞാൻ ഇതാണെന്നൊന്നും പറയില്ല. നമ്മൾ ആകെ ചെയ്യണം എന്താ വെച്ചാൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വെക്കണം. ഫസ്റ്റ് ചാപ്റ്ററിന് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച്. ഓക്കെ, ഇനി ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യണം, ഇതിൽ നമുക്ക് കൊണ്ടുവരണം ആ ഒരു ടെക്സ്റ്റ് ബുക്ക്. അതിന് ഞാൻ PDF ഫോമിലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ PDF എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓക്കെ ഞാൻ ഡൗൺലോഡ്സിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ ഈ ആദ്യത്തെയാണ് ഞാൻ എന്ത് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ എടുത്തു. ഓക്കെ, ഞാനത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്താ വരുക, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് എനിക്ക് ഏകദേശം ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ടും ഈ ടെക്സ്റ്റ് ബുക്ക് വളരെ വലുതായതുകൊണ്ടും കുറച്ച് നേരം ഇതൊന്ന് അപ്ലോഡ് ആവാൻ സമയം പിടിക്കും. അതുവരെ ഒന്ന് സഹകരിക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ ആവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള ആപ്പുകളാണ്. ഇതൊരു തരത്തിലും സ്പോൺസർഡ് അല്ല, പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള യൂസ് കാരണം വളരെയധികം ഉപകാരപ്രദമായി തോന്നിയിട്ടുള്ള 3 ആപ്പുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ PDF ഡൗൺലോഡായി. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ കാണാൻ സാധിക്കും സോഴ്സ്. ഓക്കെ, സോഴ്സ് നമ്മൾ ഈ ഒരു നോട്ട്ബുക്ക് LMത്തിന് എന്ത് കൊടുത്തു എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ്. സോഴ്സ് നമ്മളിവിടെ സോഴ്സിലായിട്ട് നമ്മൾ ഈ ഒരു നോട്ട്ബുക്കിന് കൊടുത്തത് ഒരു PDF ആണ്. അത് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ ടെക്സ്റ്റ് ബുക്കിനെ നമ്മുടെ ആ ഒരു ഇതിലേക്ക്, നമ്മുടെ മനസ്സിലാക്കുന്ന ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരണം ഈ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ വഴിയാണ്. ഓക്കെ, നോക്കൂ, ചാറ്റ് തുറക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ആപ്പ് നമുക്ക് ഒരു ഹെഡിങ് ഒക്കെ ഉണ്ടാക്കി ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യും തരുന്നതായിരിക്കും. ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഇൻട്രഡക്ടറി ഫിസിക്സ് ടെക്സ്റ്റ് കവേഴ്സ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് ഓൺ ദ നേച്ചർ ഓൺ ബിഹേവിയർ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഒക്കെ എന്ന് പറഞ്ഞ് നമുക്കൊരു സമ്മറി ഇവിടെ തരുന്നുണ്ട്. ഓക്കെ,
ഇനി എൻ്റെ ഒരു രീതി ഞാൻ ഇങ്ങോട്ട് പറയാം. എനിക്ക് 10 പോയിൻറ്റിൽ 10 ഫണ്ടമെൻ്റൽ കീനോട്ട് പോയിൻറ്റ്സിൽ എനിക്ക് ഈ ഒരു ചാപ്റ്ററിനെ അങ്ങോട്ട് കവർ ചെയ്യണം വിത്ത് ഡിസ്ക്രിപ്ഷൻ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചാറ്റ് ചെയ്യുന്നു, ആസ്ക് വൺ സോഴ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എനിക്ക് എന്താ ആവശ്യം എന്ന്. എനിക്കിന്നിപ്പോൾ നോട്ട് ഉണ്ടാക്കാനാണ് ആവശ്യം, ഷോർട്ട് നോട്ട് 10 കീ പോയിൻറ്റ്സിൽ എനിക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സമ്മറൈസ് ആൻഡ് ഓർഗനൈസ് this chapter in 10 key points with description. ഞാൻ എന്ത് ചെയ്തു? സെൻഡ് കൊടുത്തു. ഒന്നും കൂടി കൊടുക്കാം. സെൻഡ് കൊടുത്തു. അപ്പോൾ എന്ത് വരും നമുക്ക് നോക്കാം. നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ സഹകരിക്കുക. വേഗം തന്നെ ഇതാ വന്നു. യെസ്, ഇതാ കണ്ടോ, നേച്ചർ ആൻഡ് പൊളാരിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ആദ്യത്തെ ടോപ്പിക്. പൊളാരിറ്റി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ രണ്ടാമത്തെ ടോപ്പിക്ക്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് വളരെ ഇമ്പോർട്ടൻറ്റ് മൂന്നാമത്തെ കീ നോട്ടായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ, കൂളംസ് ലോ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അതിൻ്റെ ഇതും കാണാൻ സാധിക്കും. നമ്മുടെ എന്താ അതിനെ പറയുക, നമ്മുടെ പേജസൊക്കെ കാണാൻ സാധിക്കും. പേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അതിലേക്ക് തന്നെ കിടക്കാം. ഇലക്ട്രിക് ചാർജസ്, ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, എന്താ പറയേണ്ടത്, ഇലക്ട്രിക് ഡൈപോൾ, അതൊക്കെ നമുക്ക് പറയുന്നുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ഇത്രത്തോളം സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കയ്യിൽ എത്തിക്കാൻ സാധിക്കും. യെസ്. ഇനി ഞാൻ വേറെ ഒരു കാരണത്താൽ ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ഐ ആം കോപ്പിയിങ് ദിസ്. ഒരു കാരണമുണ്ട്. ഞാൻ അത് ഇനിയുള്ള വീഡിയോ, അതായത് ഇനിയുള്ള ടൈം ലൈൻ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ഞാൻ കോപ്പി ചെയ്തതെന്ന്. യെസ്. അപ്പോൾ നമുക്ക് ഒരു സമ്മറൈസ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടി. യെസ്. ഇനി ഇത്രത്തോളമാണ് നമ്മൾ എന്ത് ചെയ്യുക. യെസ്, നമ്മുടെ നോട്ട്ബുക്ക് എല്ലാത്തിനും ഉപയോഗിക്കുക ഒരു ബേസിക് ആയിട്ടുള്ള ജനറൽ രീതിയിൽ. ഇനി എനിക്ക് വേറെ എന്തൊക്കെ ചോദിക്കാം ഇതിൻ്റെ അടുത്ത്. യെസ്, വെച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഒരു ചോദ്യം ചോദിക്കാം. പ്രിപ്പയർ ഈസി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് സോഴ്സ് for a 12th grader. യെസ്. നമുക്കിങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു. കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യാൻ നോക്കാം. എഗെയിൻ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആയതുകൊണ്ട് തന്നെ സഹകരിക്കുക. നോക്കുക. കണ്ടാ, വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ, വാട്ട് ഈസ് ബീൻ ബൈ ഇൻഡക്ഷൻ, നെയിം ദ 2 types ഓഫ് ചാർജസ്, പോസിറ്റീവ് ഇലക്ട്രിക്. യെസ്, വാട്ട് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ, നമ്മുടെ കേരള സിലബസിൽ വൃത്തിയായി തന്നെ എല്ലാ വർഷവും 3-4 ചോദ്യമായി 2 മാർക്കിന് ചോദ്യമായിട്ട് കാണുന്നൊരു ചോദ്യമാണ്. യെസ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ ദ ഫോർമുല Q = NE നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ഐഡൻറ്റിഫൈ വാട്ട് ദ കോൺസ്റ്റൻറ്റ് E റിപ്രസെൻറ്റ്. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് 1.6 × 10⁻⁹ 19 എന്നൊക്കെ കണ്ടോ. ഡിഫൈൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്.
വാട്ടർ ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, സിഗ്നിഫിക്കൻസ് ഓഫ് എർത്തിങ്, അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. അടുത്തത് സ്റ്റേറ്റ് കൂളംസ് ലോ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളം. എല്ലാ വർഷവും ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ് നമ്മുടെ സ്റ്റേറ്റ് ഗോസസ് ലോ. വാവ്, ഇത് കണ്ട. വുഡ് യു ലൈക്ക് മീ ടു ക്രിയേറ്റ് എ ക്യൂസ് ഓർ സെറ്റ് ഓഫ് ഫ്ലാഷ് കാർഡ്സ് ബേസ്ഡ് ഓൺ ദീസ് ക്വസ്റ്റ്യൻസ് ടു ഹെൽപ്പ് യു സ്റ്റഡി. കണ്ടോ, നമുക്ക് ഇത്രയും മനോഹരമായി തന്നെ നമ്മുടെ ആ ഒരു ചാപ്റ്റർ മാറ്റിയെടുക്കാം. ഓക്കെ, ഇത്രയും സിമ്പിളായി തന്നെ വെറും ഒരു പ്രോംപ്റ്റിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ആപ്പിനെ ഈ ഒരു ചാപ്റ്ററിനെ വളരെ മനോഹരമായി നമ്മുടെ കൈകളിലേക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രയാസമില്ലല്ലോ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും ഹാർഡായി തോന്നിയ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ് വളരെ സിമ്പിളായി തന്നെ നമ്മുടെ കയ്യിലെത്തിയില്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. ഇനി ഇത്ര വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ആപ്പിൽ നമുക്കുള്ളത്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, കലണ്ടർ ആപ്പിലേക്ക് കിടക്കാം. ഞാനിവിടെ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഗൂഗിൾ കലണ്ടറാണ്. ഓക്കെ, രണ്ടാമത്തെ ആപ്പാണിത്. നമ്മുടെ പ്രത്യേകിച്ച് ഒരു ഹാർഡായിട്ടുള്ള ഒരു ഡേ ആണ് വിചാരിച്ചോ, കുറേ പഠിക്കാനുണ്ട്, കുറേ ബാക്ക്ലോഗൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇനി ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകതരം ഒരു ഷെഡ്യൂൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഗൂഗിൾ കാലണ്ടർ തുറന്നു. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഡെമോയ്ക്കായിട്ട് ഇന്ന് ജൂലൈ 11, 2026 ഞാനൊരു ഡെമോയ്ക്കായിട്ട് ഇതാ കണ്ട ഫിസിക്സ് ചാപ്റ്റർ 1 കണ്ട ചാപ്റ്റർ 2 എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാത്സ് ചാപ്റ്റർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡെമോയ്ക്ക് ഞാൻ കൊടുത്തതാണ്. ഞാൻ വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. എങ്ങനെ വന്നു നമുക്ക് പറയാം. ഇന്ന് എനിക്ക് മൺഡേ ഹോംവർക്കിൻ്റെ പകുതി ചെയ്യണം. എനിക്കിന്ന് എന്താണ് സാറ്റർഡേ അല്ലേ? ഇന്ന് സാറ്റർഡേ എനിക്ക് സൺഡേ എനിക്ക് മൺഡേ വേണ്ട, സൺഡേ എനിക്ക് ഹോംവർക്ക് ചെയ്ത് ടീച്ചറെ എനിക്ക് ഓൺലൈൻ വഴി മീറ്റപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഒരു ടീച്ചറെ എനിക്ക് സബ്മിറ്റ് ചെയ്യണം സൺഡേ. ഓക്കെ, കാരണം ടീച്ചർ ഫ്രീ ആണ് എന്നൊരു സിനേരിയോടെ വന്നു. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് മൺഡേക്കുള്ള ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 പഠിച്ചിട്ടും പോകണം, എനിക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 2 എനിക്ക് പഠിച്ചിട്ട് പോകണം. ഞാൻ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഇതൊരു ടെക്നിക്കലായി നമ്മൾ പറയും നോട്ട്ബുക്കും പേന എടുത്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി നമ്മുടെ ടൈം സേവിങ് ആയിട്ടും നമുക്ക് കുറച്ചും കൂടി നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സോ എന്തൊക്കെയൊക്കെ കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു ടെക്നിക്കലി നമ്മൾ എന്ത് ചെയ്യും, കോർഡിനേറ്റ് ചെയ്ത് നമ്മൾക്ക് വളരെ നല്ലൊരു സ്റ്റഡി ഷെഡ്യൂൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കലണ്ടറിലൂടെ. ഓക്കെ, ഇവിടെ ഷെഡ്യൂളുണ്ട്, പിന്നെ അതേപോലെ തന്നെ ടാസ്കും ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഷെഡ്യൂൾ തന്നെ എടുക്കാം. ഇനി ഞാൻ ഇന്ന് സാറ്റർഡേ, ഓക്കെ, ഇപ്പോൾ 10 മണിയാവുന്നു, എനിക്കൊരു ടാസ്ക് അങ്ങോട്ട് വേണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ഹോംവർക്ക് ഫോർ സൺഡേ. ഓക്കെ, ഞാൻ കൊടുത്തു. ഓക്കെ, കംപ്ലീറ്റ് ഹോംവർക്ക് ഫോർ സൺഡേ. ഡെഡ് ലൈൻ കൊടുത്തു, നാളെ സൺഡേ ജൂലൈ. എനിക്കിപ്പോൾ രാവിലെ 10 മണിക്കാണ് ടീച്ചറെ കാണിക്കേണ്ടത്. നാളെ എനിക്ക് 6 മണിക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു 8 മണിക്ക് 9 മണിക്ക് എനിക്കത് ഹോംവർക്ക് അങ്ങോട്ട് തീർക്കണം. ഓക്കെ, ഇനി സാറ്റർഡേ എനിക്ക് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത്? എനിക്ക് 10 മണി മുതൽ എനിക്കൊരു 11 മണി വരെയാണ് എനിക്ക് ടാസ്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി ആഡ് ഡിസ്ക്രിപ്ഷൻ, ഡ്രൈവ് അല്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ടാസ്ക് ഇവിടെ വെച്ചിട്ടുണ്ടാവും, ഹോംവർക്കിൻ്റെ ഇല്ല അല്ലേ? ഓക്കെ, ഐ എം എക്സ്ട്രീംലി സോറി, അത് പോയി നമ്മുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ടാസ്ക് ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എൻ്റെ ഹോംവർക്ക്. കംപ്ലീറ്റ് HW ഹോംവർക്ക്. അയ്യോ, പിന്നെയും പോയി, സോറി, എക്സ്ട്രീംലി സോറി, ഓ മൈ ഗോഡ്. ഓക്കെ, കംപ്ലീറ്റ് HW ഫോർ സൺഡേ കൊടുത്തു. ഓക്കെ, ഇനി 10 മണി മുതൽ 11 മണി വരെ ആ ഡെഡ് ലൈൻ എപ്പോഴാണ്? സൺഡേ, നാളെ. ഡിസ്ക്രിപ്ഷൻ ഞാൻ ആഡ് ചെയ്യുന്നു, ടീച്ചർ സൺഡേ സബ്മിറ്റ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് എന്ത് ചെയ്യുക, ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടാക്കാം. ഇനി മൈ ടാസ്കിലാണ് നമ്മളോട് കൊടുത്തത്. ഇനി ഞാൻ ഇത് കണ്ടോ പല പല കളേഴ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഞാൻ ഇപ്പോൾ എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളറിൽ ഞാൻ കൊടുത്തു. എന്തായാലും എനിക്ക് ചെയ്തിട്ട് പോകണം എന്നുള്ളതുകൊണ്ട്. ഓക്കെ, യെസ്. ഇനി അത് ഞാൻ സേവ് കൊടുക്കുന്നു. കണ്ടോ, എനിക്കൊരു ടാസ്ക് ഇവിടെ ആഡായില്ലേ? ആഡായി. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് വേണ്ടത്. അടുത്തൊരു ടാസ്ക്കാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫിസിക്സ് എക്സാം ഉണ്ട്, ചാപ്റ്റർ 1. അപ്പോൾ ഞാൻ പഠിച്ചു ചാപ്റ്റർ അല്ലെങ്കിൽ വേണ്ട ഫിസിക്സ് ചാപ്റ്റർ 1 സ്റ്റഡി. ഓക്കെ, ചാപ്റ്റർ 1 സ്റ്റഡി. അതെനിക്ക് ഡെഡ് ലൈൻ എപ്പോൾ ആഡ് ചെയ്യുക? എനിക്ക് ജൂലൈ ഒരു ട്യൂസ്ഡേ അല്ലെങ്കിൽ മൺഡേ വരെ എനിക്ക് ഡെഡ് ലൈനാണ്. മൺഡേ രാവിലെ വരെ എനിക്ക് പഠിക്കാൻ സമയമുണ്ട്. ഇനി അതെനിക്ക് എപ്പോൾ വരെ മതി? 12. ഓക്കെ, രാവിലെ ജൂലൈ 12 മുതൽ ജൂലൈ 12 രാവിലെ ഒരു 9:30 രാവിലെ ഒരു 9:30 AM മുതൽ, അല്ലെങ്കിൽ വേണ്ട ഒരു 7 AM മുതൽ രാത്രി 11 മണി വരെ സമയം മതി. ഓക്കെ, രാത്രി 11 മണി വരെ. ഓക്കെ, നമുക്ക് കൊടുക്കാം. യെസ്. ഓക്കെ, 11 AM അല്ല, സോറി, 11 PM. ഓക്കെ, ഇതാ നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുന്നു. യെസ്. ഓക്കെ, 11 PM. എനിക്കിത് അത്ര ഇതല്ല, അതുകൊണ്ട് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് സമയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഞാൻ എന്ത് ചെയ്തു, മഞ്ഞ കളറാക്കി വെച്ചു. ഫോർ എ സർട്ടൈൻ റീസൺ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. എപ്പോൾ വരെ? 11 മണി വരെ കേട്ടോ, സൺഡേ. അതിപ്പോൾ നമ്മൾ ഇതിലേക്ക് കിടക്കണം, സൺഡേയിലേക്ക് കിടക്കണം. ഇന്നെനിക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഇന്നെനിക്ക് എന്തായിരുന്നു ചെയ്യാനുള്ളത്? യെസ്, കംപ്ലീറ്റ് ഹോംവർക്ക് ഫോർ സൺഡേ. 10 മണി മുതൽ 11 മണി വരെ കുറച്ചേ ഉള്ളൂ ബാർ, ആ ഒരു ഇത് റെഡ് കളർ. പക്ഷേ അടുത്ത ദിവസം എനിക്ക് ഇഷ്ടം പോലെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 പഠിക്കാനുണ്ട്. 7 മണി മുതൽ രാത്രി 11 മണി വരെ പഠിക്കാനുണ്ട്. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഇനി എനിക്ക് അടുത്തതെന്ന് പറയുന്നത് എന്താണ്? അടുത്തൊരു ടാസ്ക് വേണം. അത് മാത്സ് എനിക്ക് പഠിക്കണം ട്യൂസ്ഡേക്ക്. ഓക്കെ, മാത്സ് ചാപ്റ്റർ 2 എക്സാം ഉണ്ട്. അതുകൊണ്ട് മാത്സ് ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിയാണത്. ഓക്കെ, മാത്സ് ചാപ്റ്റർ 2 എനിക്ക് ട്യൂസ്ഡേ എക്സാം ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡെഡ് ലൈൻ എനിക്ക് എപ്പോൾ മുതൽ കാണിച്ചാൽ മതി? ആ നമുക്ക് ജൂലൈ 12 മുതൽ കാണിക്കാം. ഓക്കെ, ജൂലൈ 13 മുതൽ എപ്പോൾ വരെ കാണിക്കുക? ജൂലൈ 13 എനിക്ക് സ്കൂൾ വിട്ടു. ജൂലൈ 13 എനിക്ക് സ്കൂൾ വിട്ട ശേഷം മാത്സ് ട്രിഗണോമെട്രി കുറച്ചേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞാനൊരു 6 മണി മുതൽ ഞാൻ ഒരു രാത്രി 11 മണി വരെ, എന്താ 5 മണിക്കൂർ എനിക്ക് കിട്ടി മാത്സിൻ്റെ ചാപ്റ്റർ 2 പഠിക്കാൻ. എപ്പോൾ? എനിക്ക് 14-ാം തീയതിക്കുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡെഡ് ലൈൻ കൊടുത്തില്ല. ഡെഡ് ലൈൻ ഞാൻ കൊടുക്കുന്നു എനിക്ക് ജൂലൈ 14. ഓക്കെ, പെർഫെക്റ്റ്. യെസ്. ഓക്കെ, അപ്പോൾ നോക്കുമോ, എൻ്റെ 3 ടാസ്കുകളും കംപ്ലീറ്റ് ആയില്ലേ? ഞാനിപ്പോൾ രാത്രി 11 മണിയായി. ഞാൻ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. യെസ്, ഇന്നത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തേ പറഞ്ഞ് നമുക്കൊരു തരം മോട്ടിവേഷൻ നമുക്ക് കിട്ടും. ഇനി അടുത്ത ദിവസം നമ്മൾ 12-ാം തീയതി തുറക്കും. ഇന്നെന്താണ് എനിക്ക് ചെയ്യാനുള്ളത്? നമ്മൾ ഇങ്ങോട്ട് നോക്കി. ഓക്കെ, ഇന്ന് എനിക്ക് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 പഠിക്കാനുണ്ട്. എന്തിനാണത്? നമ്മൾ ആലോചിക്കുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഓർമ്മിക്കുക, അയ്യോ എനിക്ക് മൺഡേ എന്തുണ്ടല്ലോ, എക്സാം ഉണ്ടല്ലോ എന്ന് നമ്മൾ ഓർമ്മിക്കുക. ശരിക്കും ഇങ്ങനെയൊരു അവസ്ഥ ഇങ്ങനെയൊരു പ്ലാൻ നമുക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് മൺഡേത്തെ എക്സാം മറന്നുപോയേനെ. അല്ല, അങ്ങനെയൊരു സിനാരിയോ നമുക്ക് എന്തായാലും വന്നിട്ടുണ്ടാവില്ല. അതെ, യെസ്. ഇനി ഫിസിക്സ് ചാപ്റ്റർ 1 ഞാൻ സ്റ്റഡി ചെയ്യുന്നു. എനിക്കത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അത്ര മൺഡേക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് സമയമുണ്ട്. അപ്പോൾ നിറയെ പഠിക്കാൻ സമയമുള്ളതാണ്. ഞാൻ മഞ്ഞ കളറൊക്കെ ആക്കി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം,
അല്ലെങ്കിൽ നോ റീസൺ, ദർ ഈസ് നോ കമ്പൽസറി ഫോർ ദാറ്റ്. ഇനി 13-ാം തീയതി എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? യെസ്, മാത്സ് ചാപ്റ്റർ 2 പഠിക്കണം. എപ്പോൾ മുതൽ? അയ്യോ 6 മണി മുതൽ എനിക്ക് പഠിക്കണം. ഇന്ന് ഞാൻ ഫിസിക്സ് എക്സാം മൺഡേ എഴുതിയിട്ട് വന്നേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണം? 6 മണി മുതൽ അതേ ദിവസം അടുത്ത ചാപ്റ്ററിനുള്ള പഠിക്കണം. ഓക്കെ, മാത്സിൻ്റെ ചാപ്റ്റർ 2 ഇന്നാണ് ഞാൻ തീർക്കേണ്ടത്. ഇന്നും ജൂലൈ 14-ാം തീയതി പറയുന്നുണ്ട്. കലണ്ടർ ഈസ് വെരി 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 ഗുഡ് ഓപ്ഷൻ ഫോർ യുവർ ഷെഡ്യൂൾഡ് സ്റ്റഡി സെഷൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ആപ്പിലേക്ക് കിടക്കുന്നു. അതാണ് ഗൂഗിൾ നോട്ട്സ് അഥവാ കീപ്പ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ്. ഇതും ഞാൻ ഗൂഗിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ തുറന്ന ശേഷം നമുക്ക് ഇപ്പോൾ ഒരു ഡെമോയാണ്. നമുക്ക് നമ്മുടെ ടാസ്ക് നമ്മുടെ കലണ്ടറിൽ ഇല്ലാത്ത പോലെ, കലണ്ടർ ഇപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ മാത്രം മതി, എനിക്ക് ടാസ്ക് പ്രത്യേക തരത്തിലൊരു നോട്ടിലൊക്കെ ചെയ്യണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ വേഗം തന്നെ നമ്മുടെ നോട്ട്ബുക്ക് എല്ലാം നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, നമ്മൾ ആ ഒരു ഇതിൽ നമ്മളെടുത്തു, ആ ഒരു കോപ്പി ചെയ്ത ആ ഒരു സംഭവം നമ്മളെടുത്തു. നമ്മളോട് പ്ലസ് ഐക്കൺ അമുക്കുമ്പോൾ നമുക്ക് കുറേ ഇതൊക്കെ വരും കേട്ടോ. ഇമേജ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, ഓഡിയോ വെച്ചിട്ട് ചെയ്യാൻ, ലിസ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യത്തെ നോട്ട് ലിസ്റ്റ് വെച്ചിട്ടാണ് ചെയ്ത്, ഇത് ടെക്സ്റ്റ് വെച്ച് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഒരു നോട്ട് ഉണ്ടാക്കുകയാണ്, ഡിജിറ്റൽ നോട്ട്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് കീ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു അങ്ങോട്ട് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ നോട്ടിൽ അങ്ങോട്ട് എഴുതാൻ അങ്ങോട്ട് തുടങ്ങി. പേസ്റ്റ് അങ്ങോട്ട് കൊടുത്തു. കണ്ട ഹൗ പെർഫെക്റ്റ് ഈസ് ദാറ്റ്? ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ വന്നിങ്ങനെ വന്ന് നോക്കുള്ളൂ. സൂപ്പർ. ഷോർട്ട് നോട്ട്സ്, കീ നോട്ട്സ്, 10 കീ നോട്ട്സ് സുഖമായി നമുക്ക് എന്ത് ചെയ്യാം, നോക്കി പഠിക്കാം. ഞാൻ നോട്ട്ബുക്ക് എല്ലാത്തിൽ കോപ്പി ചെയ്ത സാധനം ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡിജിറ്റൽ നോട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഇവിടെ ഷെയറും അല്ലെങ്കിൽ അർച്ചീവ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ഈസി ഈസ് ദാറ്റ്? ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് അഥവാ സ്കൂൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള 3 ആപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇനി എന്തുകൊണ്ട് ഗൂഗിൾ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് വേൾഡ് വൈഡ്, അതായത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു തന്നെയാണ്, ഒരു എന്താ പറയുക, ഒരു ആപ്പ് സിസ്റ്റം തന്നെയാണ്. നമുക്ക് 3 ഗൂഗിളാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോർഡിനേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമ്മൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന കലണ്ടറും നോട്ട്സും നമുക്ക് സുഖമായി തന്നെ ഉപയോഗിക്കാം. ആകെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ നോട്ട്ബുക്ക് എല്ലാം നമ്മുടെ ഡൗൺലോഡ് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 ഗൂഗിളിൻ്റെയൊക്കെ ആക്കി ഒരു പ്രത്യേക തരത്തിലുള്ള ഈക്കോ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ആപ്പുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ സ്റ്റഡി സെഷനെയും നമ്മുടെ അക്കാഡമിക്കിൻ്റെ ഗ്രോത്തിനെയും എന്ത് ചെയ്യാനുള്ളത്, കാറ്റലൈസ് ചെയ്യുന്നത്. അതിന് ആ ഒരു ഗ്രോത്തിനെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന 100% ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ നോട്ട്സും കലണ്ടറൊന്നും ഉപയോഗിച്ചില്ല, നിങ്ങളൊരു നോട്ട്ബുക്കിൽ ഇതെല്ലാം എഴുതി വെച്ചുവെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നമുക്ക് സുഖമായി തന്നെ ഗൂഗിൾ നോട്ട്ബുക്ക് LM എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, നമ്മൾ വേറെ AI ഏജൻസിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, AI ചാറ്റ് ബോട്ടിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഗൂഗിളിൻ്റെ AI ഉണ്ടാവും, വേറെ ആപ്സൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ ഗൂഗിൾ LM എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്റ്റഡി റിസർച്ച് എന്ന് പറയുന്ന മേഖലകളിൽ കുറച്ചുകൂടി കഴിവ്, എന്താ പറയുക, കുറച്ചുകൂടി അഡാപ്റ്റ് ആയിട്ടുള്ളൊരു ആപ്പാണ് ഗൂഗിൾ നോട്ട്ബുക്ക് LM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ആപ്പുകൾ, നോട്ട്ബുക്ക് LM, നിങ്ങളുടെ കലണ്ടർ, നോട്ട്സ് ആപ്പ്, ഈ 3 ആപ്പുകൾ വെച്ചിട്ട് നമ്മുടെ അക്കാഡമിക് പ്രോഗ്രസ് വിൽ ബി ഓൺ ദ ഹൈ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ആപ്പൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഓണം എക്സാം അങ്ങോട്ട് തകർക്കുക. പുതിയൊരു സ്റ്റഡി പ്ലാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.